നമസ്കാരം. 21ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. 10 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. എ ബ്രിഡ്ജ് ഈസ് ബിൽറ്റ് അക്രോസ് എ റിവർ. ഓക്കെ. 1/4 of the bridge is over the left bank of the river. 1/3 of the bridge is over the right bank. വ്യക്തമാണത്. റിവറിന്റെ ആകെയുള്ളതിന്റെ സെന്റൻസുകൾ കറക്റ്റാണ്. 1/4 of the bridge is over the left bank and 1/3 of the bridge is over the right bank. The river is 100 meter wide. How long is the bridge? അതായത് 4/1 ഭാഗം പിന്നെ 3/1 ഭാഗം കൂട്ടിയാൽ 12/7 ഭാഗം, ബ്രിഡ്ജിന്റെ നീളത്തിന്റെ 12/7 ഭാഗം രണ്ട് കരയിലുമായിട്ടുണ്ട്. ബാക്കി 5/12, 12/5 ഭാഗം ആണ് പുഴയുടെ വീതി. അതായത് 12/5 L ഈസ് 120. L എന്ന് പറയുന്നത് ബ്രിഡ്ജിന്റെ നീളം. ഇതിൽ നിന്ന് നമുക്ക് L കണ്ടുപിടിക്കാം. ബ്രിഡ്ജിന്റെ നീളം 288 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 288 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. In 4 years time, Isha will be 3 times older than she was 2 years ago. Okay, ഇഷയ്ക്ക് ഏജ് 4 വർഷം കഴിയുമ്പോൾ, ഇൻ 4 years time, അത് 4 വർഷം കഴിയുമ്പോഴെന്നർത്ഥം. 2 വർഷത്തിന് മുൻപുണ്ടായിരുന്ന പ്രായത്തിന്റെ 3 times ആണ്. ഹൗ ഓൾഡ് വിൽ ഇഷ ബി ഇൻ 1 year's time? 1 കൊല്ലം കൂടി കഴിയുമ്പോൾ എത്രയാവുന്നു? ഇപ്പോഴത്തെ പ്രായമല്ല ചോദിച്ചിരിക്കുന്നത്, എങ്കിൽ 1 കൊല്ലവും കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോഴത്തെ പ്രായം X ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് X+4 4 വർഷം കഴിയുമ്പോഴുള്ള പ്രായം എന്ന് പറയുന്നത് 3 times X-2 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ X = 5 എന്ന് കിട്ടും. അത് ഇപ്പോഴത്തെ പ്രായമാണ്. അപ്പോൾ ഹൗ ഓൾഡ് വിൽ ഇഷ ബി ഇൻ 1 year's time? അപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ 6 ആയി മാറി. ഇപ്പോഴത്തെ പ്രായമാണല്ലോ 5, 6 ആവും. അടുത്ത ചോദ്യം നോക്കാം. ഈ പടത്തിൽ ചില അളവുകൾ കൊടുത്തിട്ടുണ്ട്. PQRS, PQ11 ആണെന്ന് പറയുന്നുണ്ട്. QR7, RS9 and SP is 3. ഇവിടെ 2 സ്ഥലത്ത് പെർപെൻഡിക്കുലർ ആണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബോത്ത് ഉണ്ടോ? ഇവിടെ 2 ആംഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. R എന്ന് പറയുന്ന ഈ ആംഗിളും. അപ്പം ഇങ്ങനെ ഒന്നും മനസ്സിൽ കണ്ടാൽ 2 റൈറ്റ് ട്രയാങ്കിളായിട്ട് അതിന് മുറിക്കാം. അതിൻ്റെ 2 റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 1/2 × 11 × 3 പ്ലസ് 1/2 × 7 × 9 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 33/2 പ്ലസ് 63/2. അപ്പം ഇവിടെ 96/2, ദാറ്റ് ഈസ് 48. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ദർ ആർ 40 പീപ്പിൾസ് ഇൻ എ ക്ലാസ്സിൽ 40 കുട്ടികൾ. 20 പീപ്പിൾസ് ലൈക്ക് മാത്തമാറ്റിക്സ്, 18 പീപ്പിൾസ് ലൈക്ക് ഇംഗ്ലീഷ്. പിന്നെ അടുത്ത സെൻറ്റൻസ് ആണ് ട്വൈസ് ആസ് മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് ആസ് ലൈക്ക് നൈദർ. രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് എന്ത്? രണ്ടും ഇഷ്ടപ്പെടാത്തവർ. രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് രണ്ടും ഇഷ്ടപ്പെടാത്തവർ. Twice as many as people like both as like neither. How many peoples like only mathematics? അപ്പോൾ നമുക്കിവിടെ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം 20ആണ്. അതായത് നമുക്ക് N(m) എന്ന് നൊട്ടേഷൻ കൊടുക്കുക 20 ആണ്. N(e) എന്ന് പറയുന്നത് 18ആണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ 2 മടങ്ങ്. അപ്പോൾ N(m)(e) അല്ലേ, അതിൻ്റെ 2 മടങ്ങ്. അതിന് നമുക്ക് എക്സ് എന്ന് നൊട്ടേഷൻ കൊടുത്താൽ ഈ പറയുന്ന അതുപോലെ രണ്ടും ഇഷ്ടപ്പെടാത്തവർ വൈ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 2x is equal to y എന്ന് എഴുതാം. 2x is equal to y. ഇവിടെ y എന്ന് പറയുന്നത് രണ്ടും ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം ആകെ 40 പേരാണുള്ളത്. 40 എന്ന് പറയുന്നത് കണക്കിഷ്ടപ്പെടുന്നവരുടെ എണ്ണം, ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം, അതിൽ നിന്ന് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് രണ്ടും ഇഷ്ടപ്പെടാത്തവരുടെ എണ്ണം അങ്ങോട്ട് കൂട്ടിയാൽ 40 ആവുമല്ലോ. മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കൂടി കൂട്ടിയിട്ട് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ആ എണ്ണം N(a)(b) എന്ന് പറയുന്നത് 18 കുറച്ചിട്ട് എക്സ് കുറച്ചിട്ട് അതിനോടുകൂടി രണ്ടും ഇഷ്ടപ്പെടാത്ത വൈയും കൂടി എണ്ണം വൈയും കൂടി കൂട്ടിയാൽ മതി. അപ്പം ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 40 is equal to 38 plus x എന്നാണ്. 38 പ്ലസ് ഈ വൈക്ക് പകരം 2x എന്ന് എടുത്താൽ 38 പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ x is equal to 2 എന്നാണ് കിട്ടുന്നത്. അതായത് രണ്ടും ഇഷ്ടപ്പെടുന്നവർ 2 ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് മാത്രം ഇഷ്ടപ്പെടുന്നവർ ഏതാണ്? മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർ 20 പേരുണ്ട്. മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന 20 പേരുണ്ട്. പക്ഷേ രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ രണ്ടങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇവിടെ ചോദ്യത്തിന് ഉത്തരമായി ഓൺലി മാത്തമാറ്റിക്സ് 18 എന്ന് കിട്ടും. കണക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന 18 പേരുണ്ട്. ഓക്കെ, കണക്കിഷ്ടപ്പെടുന്ന 20 പേരുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം കണക്കിഷ്ടപ്പെടുന്നവരുടെ 20 എണ്ണത്തിൽ നിന്ന് രണ്ടും ഇഷ്ടപ്പെടുന്ന രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 18 ഉണ്ടല്ലോ, അത് കണക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണമാണ്. അത് നമുക്കിവിടെ 18 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ദ മീൻ ഓഫ് 5 നമ്പേഴ്സ് ഈസ് 25. 5 നമ്പറുകളുടെ മീൻ 25 ആണ്. ലയ ആഡ്സ് 5 to the first number, 10 to the second number, 15 to the third number, 20 to the fourth number, and 25 to the fifth number, and fifth number to obtain a new set of numbers. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഓരോ നമ്പറിനെ കൂടി 5, 10, 15, 20, 25 എന്നിവ വീതം കൂട്ടി പുതിയ സെറ്റ് ഉണ്ടാക്കിയാൽ ആ പുതിയ നമ്പർ ഗ്രൂപ്പിൻ്റെ മീൻ എത്രയാണെന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. 25 മീൻ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ 25 × 5 ആണ് ആദ്യത്തെ മാർക്കുകളുടെ സം. അതിനോടുകൂടി കൂട്ടുന്നത് ഈ പറയുന്ന
5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് 25 ആണ്. ഫലത്തിലിത് 125 പ്ലസ് ഇത് ഈ കാണുന്നത് 200 ആ നടുക്കുള്ള 15-നെ 5 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കണ്ടോ, ഈ 5 5 10 15 20 25 അത് എത്ര എണ്ണമെങ്കിലും ആയിക്കോട്ടെ, ആ നടുക്കൊരെണ്ണം ഉണ്ടാവും, അതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടോ പ്ലസ് 75. അപ്പം ഇവിടെ കിട്ടുന്നത് 75 ഇവിടെ കിട്ടുന്നത് 75 കൂട്ടേണ്ടത് 75 75 കൂട്ടിയാൽ 200 എന്ന് കിട്ടും. അപ്പം പുതിയ മീൻ എത്രയാണ്? 200/5 എന്ന് പറയുന്ന 40 കിട്ടുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ സം ഓഫ് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് 240? 2 സംഖ്യകൾ അതിൻ്റെ പ്രോഡക്റ്റ് 240 സം ഏറ്റവും കുറവായിരിക്കണം. സം, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ സം? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ സം? അപ്പോൾ ഈ 240-ൻ്റെ ഫാക്ടേഴ്സ്, രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 240 കിട്ടണം. ആ നമ്പറുകളുടെ സം എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കുകയും ചെയ്യണം. അപ്പോൾ 240 എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് 240, സം എന്ന് പറഞ്ഞാൽ 241. ഈ രണ്ടും 240 രണ്ടും 120 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് 240, സം എന്ന് പറയുന്നത് 22. നമുക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞ സമ്മാണ് വേണ്ടത്. അത് നോക്കിയാൽ 15ഉം 16ഉമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 15 16 സം ഈ പറയുന്ന 31 സം. പ്രോഡക്റ്റ് 240 ആകുകയും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം ഇതെങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും 15ഉം 16ഉം എന്നുള്ളതാണ്. ഒരു ലോജിക്ക് ഇതാണ്. ഇങ്ങനെ അരിത്തമാറ്റിക് മീൻ ഈസ്, 2 നമ്പേഴ്സിൻ്റെ അരിത്തമാറ്റിക് മീൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ a+b/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √ab എന്ന് കണ്ടോ. ഇവിടെ ഇതിനെ നമുക്ക് 240 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? 225. 225. അപ്പോൾ അത് 15-ൻ്റെ സ്ക്വയർ റൂട്ട് 15. അപ്പോൾ ഒരെണ്ണം 15 കണ്ടാൽ 15ഉം തൊട്ടടുത്തത് 16 എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും. 15ഉം 16ഉം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 31. അതാണ് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ n ഏതാണെന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് n കണ്ടുപിടിക്കണം. n ഈസ് ഡിവിസിബിൾ ബൈ 5, n ഈസ് ഡിവിസിബിൾ ബൈ 11, n ഈസ് ഡിവിസിബിൾ ബൈ 55, n ഈസ് ലെസ് ദാൻ 10. n ഈസ് ലെസ് ദാൻ 10. ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഈ കിടക്കുന്നതിൽ നമുക്ക് ഈ 5ലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് ബാക്കിയുള്ളതിനെല്ലാത്തിനും സ്യൂട്ടബിൾ ആകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് ഉണ്ടോ? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഇവിടെ. n ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കണ്ടോ. 5 ഈസ് ഡിവിസിബിൾ ബൈ 5. 5 ഈസ് ഡിവിസിബിൾ ബൈ 11 എന്നുള്ള കണ്ടോ, അത് തെറ്റാണത്. 5 ഈസ് ഡിവിസിബിൾ ബൈ 55, അതും തെറ്റാണ്. 5 ഈസ് ലെസ് ദാൻ 10, അത് ശരിയാണ്. അപ്പോൾ ഈ 2 കാര്യത്തിൽ കറക്റ്റ്, ബാക്കിയൊന്നും അത് അക്സെപ്റ്റബിൾ ആകുന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. ആദ്യം കാണുന്നത് ഒരു സ്ക്വയറാണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, നടുക്കൊരു റെക്റ്റാങ്കിളാണ്. ഉണ്ടോ?
made up of a rectangle, a square and an equilateral triangle. Of these have same perimeter. അതായത് സ്ക്വയറിൻ്റെ പെരിമീറ്ററും റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ഈക്വലാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ് 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 36ആണല്ലോ സ്ക്വയറിൻ്റെ പെരിമീറ്റർ. 36 ഇതിൻ്റെ സൈഡ് ബി ആയിട്ട് എടുത്താൽ 36 3b. അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് 12 എന്ന് കിട്ടും. ഇനി 12 പ്ലസ് ഇതിൻ്റെ വീതി എക്സ് ആണ് കണ്ടോ, ഇൻറ്റു 2 = ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണല്ലോ, അത് 36 തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് = 6 എന്നാവും. എക്സ് അപ്പോൾ ഇവിടുത്തെ ഈ വീതി 6 ആണ്. വാട്ട് ഈസ് ദ സൈഡ് ഓഫ് ദ സ്മോളർ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ? അതാണ് ചോദ്യം. അപ്പോൾ 6 ഇതിൻ്റെ താഴെയാണ്. ഓപ്ഷൻ കറക്റ്റ് കാണുന്നില്ല. ആൻസർ 6 ആണ്. എന്നാൽ ഓപ്ഷനിൽ 6 ആണ് ആൻസർ. 6 4th ഓപ്ഷൻ ഇവിടെ വിസിബിൾ അല്ല, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ക്യൂബ്സ് ഓഫ് സെയിം സൈസ് റിക്വയർഡ് ടു ഫിൽ എ ബോക്സ് വിത്ത് എഡ്ജ് 30, 40, 50? ഒരു പെട്ടിയാണ്. ആ പെട്ടിയുടെ നീളവും വീതിയും പൊക്കവും 30 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററും 50 സെൻറ്റിമീറ്ററുമാണ്. ഇതിൽ അടുക്കി വെക്കാവുന്ന ബോക്സുകൾ. അതിൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ക്യൂബ്സ് ഓഫ് ദി സൈസ് ഉണ്ടോ, റിക്വയർഡ് ടു ഫിൽ എ ബോക്സ് വിത്ത് 3 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 30, 40, 50 10 സൈഡുള്ള ഒരു ബോക്സ് ആണെങ്കിൽ ആദ്യത്തേൽ 3 ഫിക്സ് ചെയ്യാൻ പറ്റും. 30 ആ ബ്രെഡ്ത്ത് വൈസ് 3 പറ്റുന്നു, ലെങ്ത് വൈസ് 4 പറ്റുന്നു, ഹൈറ്റ് വൈസ് 5 പറ്റുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 60. ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബോക്സസ്. ഓക്കെ, ഇനി അടുത്തത് ഈ കാണുന്നത് ഇൻഫിനിറ്റ് ജോമെട്രിക് സീക്വൻസ് ആണ്. ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇൻഫിനിറ്റ് സീക്വൻസ് അല്ല, പ്ലസ് ഇട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പോൾ 1, 1/2, 1/4, 1/8 എന്ന് പറയുന്ന ജോമെട്രിക് സീക്വൻസ്, അതിൻ്റെ കോമൺ റേഷ്യോ r എന്ന് പറയുന്ന 1/2 ആണ്. ഈ r is less than 1, modulus of r is less than 1. 1ലും കുറവായ ഒരു കോമൺ റേഷ്യോ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ദിസ് ഇസ് ആൻ ഇൻഫിനിറ്റ് സീക്വൻസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആൻഡ് ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്, കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്കറിയാം AR സ്ക്വയർ, AR ക്യൂബ്ഡ്, ഇങ്ങനെയുള്ളൊരു സീക്വൻസിൽ കോമൺ റേഷ്യോ 1ൽ കുറവാണെങ്കിൽ സം ഓഫ് ദ ഇൻഫിനിറ്റ് ഫിസിക്കലി A/1 - R. ഇങ്ങനെയാണ് A/1 - R. ഇതനുസരിച്ച് ഇവിടെ സം എന്തായിരിക്കും? സം = 1/1 - R. 1/1 - R എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നന്ദി.